18നും 39നും ഇടയിലാണ് നിങ്ങളുടെ പ്രായം, സ്വന്തമായിട്ട് ഇതുവരെ ഒരു വീടില്ലേ, എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ലൈഫ് ടൈം ISA സ്റ്റാർട്ട് ചെയ്തിരിക്കണം. അതിന് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാര്യം, UK ഗവൺമെൻറ് ഇതുപോലെ ഫസ്റ്റ് ടൈം ബയേഴ്സിന് പല സ്കീംസും കൊണ്ടുവരാറുണ്ട്. ഈ ലൈഫ് ടൈം ISAയും റീസെൻ്റ്ലി 2017-18 കാലഘട്ടത്തിൽ കൊണ്ടുവന്നൊരു സ്കീമാണ്. ഇതുപോലുള്ള സ്കീം ഇടയ്ക്ക് കൊണ്ടുവരും, ഇടയ്ക്ക് വിഡ്രോ ചെയ്യും. ഈവൻ ലൈഫ് ടൈം ISAയും ചിലപ്പോൾ അടുത്ത കൊല്ലം നിർത്താനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതിന് പകരം പുതിയ വേറെ ഏതെങ്കിലും സ്കീം കൊണ്ടുവന്നേക്കാം. പക്ഷേ ഒരു പ്രാവശ്യം ആ സ്കീം വിഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ലൈഫ് ടൈം ISA ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഇപ്പോൾ തന്നെ ഒരു ലൈഫ് ടൈം ISA ഓപ്പൺ ചെയ്ത് ജസ്റ്റ് £1 ഒക്കെ ഡിപ്പോസിറ്റ് ചെയ്തിടുവാണെങ്കിൽ പിന്നീട് നമുക്ക് വീട് വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് അതിൽ കൂടുതൽ എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്ത് നമുക്ക് ബോണസ് ക്ലെയിം ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം ഏജ് ലിമിറ്റാണ്. 39 വയസ്സിന് ശേഷം ലൈഫ് ടൈം ISA സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങളുടെ വയസ്സ് ഒരു 38 ആണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ലൈഫ് ടൈം ISA ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഇതിനകത്ത് ഡിപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. കാരണം 40 മുതൽ 50 വയസ്സ് വരെ നിങ്ങൾക്ക് ഒരു ലൈഫ് ടൈം ISA ഓപ്പൺ ചെയ്യാൻ പറ്റില്ലെങ്കിലും അതിനകത്ത് ഡിപ്പോസിറ്റ് ചെയ്യാനും ബോണസ് ക്ലെയിം ചെയ്യാനും പറ്റും. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ലൈഫ് ടൈം ISA ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ടേ നമുക്ക് വീട് വാങ്ങിക്കാനാണെങ്കിലും വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ വീട് വാങ്ങിക്കുന്ന സമയത്ത് പെട്ടെന്ന് അതിനകത്ത് കുറച്ച് എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്തിട്ട് ബോണസ് ക്ലെയിം ചെയ്യാൻ പറ്റുമല്ലോ. ഒരു ലൈഫ് ടൈം ISA എങ്ങനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാമെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം.